നേപ്പാളിൽ നടന്നു വരുന്ന പുകിലുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിനാണ് നേപ്പാളി സർക്കാർ ഇത്ര വെപ്രാളപ്പെട്ട് സമൂഹ മാധ്യമങ്ങളെ ഒന്നടങ്കം ആ രാജ്യത്ത് വിലക്കിയത്? അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നേപ്പാളി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മക്കൾ പ്രേമം യുവത്വത്തെ പ്രകോപിപ്പിച്ചു. ആ തീ അണയ്ക്കാൻ സർക്കാരിന് സാധിച്ചില്ല. പ്രതിഷേധക്കാർ ഉയർത്തുന്ന മക്കൾ പ്രേമം, അഴിമതി, സ്വജനപക്ഷപാതം ഇവ ഭരണാധികാരികളെ ആദ്യം ചൊടിപ്പിച്ചു. എന്നാൽ പിന്നെ സോഷ്യൽ മീഡിയയെ അങ്ങ് നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാം എന്നായി തീരുമാനം. അതിനെതിരെ യുവാക്കൾ കൊണ്ടുപിടിച്ച് തിരിയുമെന്ന ഒരു യാഥാർത്ഥ്യം പക്ഷേ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഓർത്തില്ല. ദക്ഷിണേഷ്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹിക മാധ്യമ ഉപയോഗ നിരക്ക് കൂടുതൽ രാജ്യമാണ് നേപ്പാൾ. ഇതുകൂടി ഓർക്കണം. IT മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ 26 സാമൂഹിക മാധ്യമങ്ങൾ രാജ്യത്തുടനീളം നിരോധിച്ചതിന് പിന്നാലെയാണ് ഈ ചെറിയൊരു പ്രതിഷേധമായി തുടങ്ങി അത് വലിയൊരു കലാപമായി മാറുന്നത്. പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ സാമൂഹിക മാധ്യമങ്ങൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല, അധികാരി വർഗത്തിന്റെ മക്കൾ പ്രേമം, മക്കളുടെ ആർഭാട ജീവിതം ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നായിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു നേപ്പാളിൽ. അത് അവസാനിപ്പിക്കാൻ നേപ്പാളി സർക്കാർ കണ്ടെത്തിയ ഒറ്റ മാർഗം നിരോധിക്കുക എന്നായിരുന്നു. പക്ഷെ പണി പാളിപ്പോയി. ഈ പ്രക്ഷോഭത്തെ ബംഗാളിൽ അരങ്ങേറിയ പ്രക്ഷോഭവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാനേ പറ്റില്ല. അത് ഷെയ്ഖ് ഹസീന സർക്കാരിന് താഴെ ഇറക്കുന്ന രാഷ്ട്രീയ കലാപമായിരുന്നു. എന്നാൽ ഇവിടെ യുവത്വം ജൻസിയിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ തങ്ങളുടെ മാത്രം അവകാശമാണെന്നും അത് തങ്ങൾ പിടിച്ചു വാങ്ങുമെന്നും തെളിയിച്ചിരിക്കുന്നു. ഇതിൽ താഴെ വീണത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റിലെ അധികായൻ KPS ഒലിയുമാണെന്നത് ലോക വിപ്ലവ ചരിത്രത്തിനാകെ നാണക്കേടുമാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുകയാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രമുഖരുടെ മക്കൾ ആർഭാട ജീവിതം തുടരുന്നു. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസം. ഇതിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ എതിർപ്പ്, പ്രതിഷേധം, എഴുത്തുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ വന്ന സാമൂഹിക മാധ്യമ നിരോധനം യുവാക്കളുടെ വായടിപ്പിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്താനുമുള്ള സർക്കാരിന്റെ അവസാനത്തെ ഒരു ശ്രമമായിട്ടാണ് യുവത്വം കണ്ടത്. ലോകബാങ്കിന്റെ 2020 കണക്കെന്താണ്? നേപ്പാളിലെ 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ 20.8%. പലരും തൊഴിൽ തേടി ഇന്ത്യ അടക്കം വിദേശത്ത് പോകേണ്ട ഗതികേട്. നേപ്പാളിലെ GDPയുടെ 33% വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ അയക്കുന്ന പണമാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ UK, യൂറോപ്യൻ രാജ്യങ്ങൾ, ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലൊക്കെ നേപ്പാളികൾ കൂട്ടമായി അവിടുത്തെ ചെറിയ ചെറിയ കരാർ ജോലി ചെയ്യാൻ പോകുന്നതിന് കാരണവും സ്വന്തം രാജ്യത്ത് അവർക്ക് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി അനുഭവപ്പെട്ടു തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. ദക്ഷിണേന്ത്യയിലെ സാമൂഹിക മാധ്യമ ഉപയോഗ നിരക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നേപ്പാൾ എന്ന് ഓർക്കണം. രാജ്യത്ത് 1.43 കോടി സാമൂഹിക മാധ്യമ ഉപയോക്താക്കളുണ്ട്. അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം. ഫേസ്ബുക്കിനാണ് നേപ്പാളിൽ ഏറ്റവും കൂടുതൽ ജനപ്രതി. 1.35 കോടി ഉപഭോക്താക്കളുണ്ടതിന്. ഇൻസ്റ്റാഗ്രാം 39 ലക്ഷവുമായി 2ാം സ്ഥാനത്തും. ലിങ്ക്ഡിൻ, അത് തൊഴിലന്വേഷിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്, അത് വെറും 20 ലക്ഷവുമാണ്. ചൈനീസ് കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി നേപ്പാൾ. കടുത്ത ഇന്ത്യ വിരുദ്ധർ. അവർ വിശ്വസിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അടക്കം എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്തിടെ വ്യാപാര ഇടനാഴി തുറക്കാൻ ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ഉടക്കുമായി ഒലി സർക്കാർ രംഗത്തെത്തി. നേപ്പാളിനടുത്തുള്ള ലിപുലേഖ്, ലിബിയാതുര തുടങ്ങിയ പ്രദേശങ്ങൾ വഴി ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ചരക്ക് നീക്കം നടത്തരുതെന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്തു ഈ ഒലി. കാരണം ഇന്ത്യയുടെ ഭാഗമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ നേപ്പാളിൻ്റെതാണെന്ന് പറഞ്ഞ് അടുത്തിടെ ഭൂപടം വരെ ഇറക്കിയ സർക്കാരാണിത്. മുൻകാലങ്ങളിൽ പല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെയും അട്ടിമറിച്ച പാരമ്പര്യമുള്ള നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് അധികായൻ KPS ഒലി 2024 മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ എന്തായിരുന്നു? രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരുമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം. എന്നാൽ രാജ്യത്തെ യുവത്വത്തിനുള്ളിൽ കത്തിക്കിടന്ന കനൽ കണ്ടെത്താനോ അത് അണയ്ക്കാനുള്ള ഒരു ശ്രമവും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയില്ല. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടത്തിയ അന്നത്തെ ആ കുപ്രസിദ്ധമായ വിദ്യാർത്ഥി പ്രക്ഷോഭവും കൂട്ടക്കുരുതിയും അതേ മാതൃകയിൽ രാജ്യത്തെ തങ്ങളുടെ രാഷ്ട്രീയയുടെ മക്കൾ പ്രവണതയ്ക്കെതിരെ ഉയർന്നു വരുന്ന യുവത്വത്തിന്റെ പ്രതികരണത്തെ അടിച്ചമർത്താമെന്ന് ഇവർ കരുതി. അതാണിപ്പോൾ പണി പാളിപ്പോയത്.
2024 ജൂലൈയിലാണ് ഒലി മൂന്നാമത് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഒരു കാലത്ത് തന്റെ സുഹൃത്തായിരുന്ന പുഷ്പകമൽ ദഹൽ പ്രചണ്ഡയുമായി തെറ്റിപ്പിരിയുകയും ദീർഘകാല എതിരാളിയായിരുന്ന നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷേഖ് ബഹാദൂർ ദ്വീപുമായി കൈകോർക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയൊരവസ്ഥ. കാരണം യുവാക്കളെ ഇപ്പോൾ അവർ കാണിച്ചു വെച്ചിരിക്കുന്നത് യുവത്വത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് ചൈനയുടെ അടക്കം മാതൃക പിന്തുടരാമെന്ന് കരുതി. പക്ഷേ നേപ്പാൾ ഒരു കൊച്ചു രാജ്യമാണെന്ന് അവർ മറന്നുപോയി. പക്ഷെ നേപ്പാളിലെ യുവത്വം അവർ നേപ്പാളിനേക്കാൾ ഉപരിയായുള്ള കരുത്തുമായി മുന്നോട്ട് വരുമെന്ന കാര്യവും നേപ്പാൾ സർക്കാർ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഒലി അടക്കമുള്ള മന്ത്രിസഭയിലെ അധികാരിമാർക്കും നേപ്പാളിൽ പ്രസിഡന്റ് വരെ രാജിവെക്കേണ്ടി വന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച